നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിൽ നിർണായക വഴിത്തിരിവായി VSSC ശാസ്ത്രജ്ഞരുടെ മൊഴി മാറും. 1998 UB ഗ്രൂപ്പ് സമർപ്പിച്ച സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ തന്നെയാണ് നിലവിൽ ശബരിമലയിലുള്ളതെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായി. കട്ടിളപ്പാളികൾ അപ്പാടെ മാറ്റിയിട്ടില്ല എന്നും എന്നാൽ അതിലെ സ്വർണത്തിന്റെ അളവിൽ വൻതോതിൽ കുറവുണ്ടായെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇതോടെ കപൂർ മോഡൽ കൊള്ളയ്ക്കുള്ള സാധ്യത കുറയുകയാണ്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ആശ്വാസമാണ്. വിജയമല്യയുടെ UB ഗ്രൂപ്പ് സമർപ്പിച്ച ഈ ചെമ്പുപാളികൾ പ്രതികൾ ശബരിമലയിൽ നിന്നും കടത്തി മറ്റാർക്കെങ്കിലും വിറ്റിട്ടുണ്ടോ എന്ന സംശയത്തെ തുടർന്നാണ് ഹൈക്കോടതി ശാസ്ത്രീയ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. ചെമ്പുപാളികളുടെ പഴക്കം നിർണ്ണയിക്കാനായി നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് VSSC നേരത്തെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി ശാസ്ത്രജ്ഞരുടെ മൊഴി രേഖപ്പെടുത്താൻ കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് SIT നടപടികളിലേക്ക് കടന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കപൂർ മോഡൽ കൊള്ള തള്ളാൻ പ്രത്യേക അന്വേഷണ സംഘത്തിനാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയാകും ഇനി മുഖ്യ ആസൂത്രകൻ. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി തിരികെ എത്തിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ അളവിൽ ഗണ്യമായ കുറവുണ്ടായതായി മൊഴിയിൽ പറയുന്നുണ്ട്. രാസപ്രക്രിയയിലൂടെ സ്വർണം വേർതിരിച്ചെടുത്തതിനാൽ പാളികൾക്ക് ഘടനാപരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പരിശോധനയിൽ ചില രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയതും ഈ സംശയം ബലപ്പെടുത്തുന്നു. ഇതോടെ പാളികൾ മാറ്റിയിട്ടില്ലെങ്കിലും സ്വർണം രാസവിധിയിലൂടെ കവർന്നു എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. അതായത് മോഷണത്തിന് സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. അതേസമയം VSSC നൽകിയ ശാസ്ത്ര റിപ്പോർട്ട് കേസിലെ ആധികാരിക തെളിവായി കോടതി പരിഗണിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ശാസ്ത്രജ്ഞരുടെ മൊഴി ഹൈക്കോടതി അറിയിക്കുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വർണത്തിന്റെ അളവിൽ വന്ന കുറവ് കള്ളപ്പണ ഇടപാടുകളിലേക്ക് വിരൽ ചൂണ്ടുന്നതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കട്ടിളപ്പാളികൾ അപ്പാടെ മാറ്റിയിട്ടില്ലെന്ന കണ്ടെത്തൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസിൽ പുതിയ ദിശാബോധം നൽകുന്നതാണ്. ഇതോടെ അന്താരാഷ്ട്ര മാഫിയ എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട കപൂർ മോഡൽ കൊള്ളയ്ക്കുള്ള സാധ്യതകൾ അന്വേഷണ സംഘം തള്ളിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളികൾ കടത്തി മറ്റാർക്കെങ്കിലും വിറ്റോ എന്ന ഹൈക്കോടതിയുടെ സംശയത്തെ തുടർന്നാണ് ശാസ്ത്രീയ പരിശോധന നടത്തിയത്. പാളികളുടെ പഴക്കം നിർണ്ണയിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് VSSC നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇതിൽ വ്യക്തത വരുത്താൻ ശാസ്ത്രജ്ഞരുടെ മൊഴി രേഖപ്പെടുത്താൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി തിരികെ എത്തിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ അളവിൽ ഗണ്യമായ കുറവുണ്ടായതായി മൊഴിയിൽ എന്തായാലും വ്യക്തമാകുന്നുണ്ട്. സ്വർണ്ണ കൊള്ള നടന്നിട്ടുണ്ട്, എന്നാൽ കട്ടിളപ്പാളികൾ അപ്പാടെ മാറ്റിയിട്ടില്ല എന്നതാണ് പ്രധാന കാര്യം. പാളികളിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യമൊക്കെ ഇനി കൂടുതൽ രീതിയിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തായാലും ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു. ആ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കാൻ EDയും ഒരു വശത്തുണ്ട്. EDയും ഈ VSSC ശാസ്ത്രജ്ഞന്മാരുടെ റിപ്പോർട്ടൊക്കെ പരിശോധിക്കുന്നുണ്ട്. പോറ്റിയെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി അന്വേഷണം വരിക. ആ ഘട്ടത്തിൽ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിലേക്കും കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളിലേക്കുമൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും EDയുടെ അന്വേഷണം എത്തി നിൽക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കം 12 പേർക്ക് ED അന്വേഷണം അല്ലെങ്കിൽ അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നോട്ടീസ് അയക്കാനായിട്ട് അവർക്ക് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് എന്ന വാർത്തയും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്.